അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് കുറച്ച് ദിവസം മുന്നേ ഞാനൊരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് Q&Aയിൽ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസിനെല്ലാം ഉത്തരം തരാനാണ് ഞാനിന്ന് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ Q&Aയിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മീൻസ് എല്ലാവരും പൊതുവെ ചോദിക്കുന്ന കാര്യം എന്താണ്, പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേര് ആതിര എന്നാണ് എൻ്റെ പേര്. ഓക്കെ, എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് അമ്മു എന്നാണ്. അപ്പം കുറേ പേർക്ക് അറിയായിരിക്കും, കുറേ പേർക്ക് അറിഞ്ഞൂടായിരിക്കും, കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് എത്ര വയസ്സായിട്ടുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. എനിക്ക് 25 വയസ്സായി. ഓക്കെ, എന്നെ കണ്ടാൽ പറയില്ലല്ലോ അല്ലേ. ഓക്കെ, എനിക്ക് 25 വയസ്സായി. എന്നെ കണ്ടാൽ ഒരു 18 വയസ്സ് തോന്നിക്കോളെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് 25 വയസ്സുണ്ട്. ഞാൻ 2000-ലാണ് ജനിച്ചത്. പിന്നെ എന്ത് പഠിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഓക്കെ, ഞാൻ എന്ത് പഠിച്ചു എന്ന് പറയാം. ഓക്കെ, ഞാൻ BA എക്കണോമിക്സ് ആയിട്ടാണ് ഞാൻ പഠിച്ചത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ അക്കൗണ്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടിങ്ങിന് പോയിക്കൊണ്ടിരുന്ന ടൈമിലായിരുന്നു എൻ്റെ മാരേജ് നടന്നത്. അപ്പോൾ മാരേജ് നടന്ന ശേഷം ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആ പോയ സമയത്തായിരുന്നു എനിക്ക് പ്രഗ്നൻസിയും കാര്യങ്ങളും ആയത്. ആ സമയത്ത് എനിക്ക് ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ എക്സാമിൻ്റെ ടൈമിൽ എനിക്ക് എക്സാം എഴുതാൻ പോകാൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ പഠിത്തം അവിടെ അങ്ങനെ ഫ്ലോപ്പായിപ്പോയി. ഓക്കെ, ഇപ്പം പഠിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പഠിത്തമൊന്നും ഇപ്പം നടക്കത്തില്ല. ഇനി പഠിക്കാൻ പോകണം, കംപ്ലീറ്റ് ചെയ്യണം. കാരണം മോളെ പഠിക്കാനാക്കിയിട്ട് വേണം ഇനി എനിക്ക് പഠിക്കാൻ പോകാൻ. അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാൻ. ഇനി പക്ഷെ നടക്കുമെന്നൊന്നും അറിയത്തില്ല. അതൊക്കെ നമുക്ക് മുന്നോട്ടുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നിങ്ങളുടെ ചോദ്യം എൻ്റെ സ്ഥലം എങ്ങോട്ടെന്ന്, എവിടെയാണെന്ന്. ഓക്കെ, എൻ്റെ സ്ഥലം, എൻ്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് കൊല്ലമാണ്. എൻ്റെ വീട് കൊല്ലത്താണ്. ഇപ്പം എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ എനിക്ക് കൊല്ലവും പ്ലേസാണ്, ട്രിവാൻഡ്രവും പ്ലേസാണ്. എനിക്ക് 2 പ്ലേസ് ഉണ്ട്. ഞാൻ കൊല്ലത്തും പോവും, ട്രിവാൻഡ്രത്തും പോവും. എൻ്റെ വീട്ടിൽ പോയാൽ കൊല്ലമാവും, ഭർത്താവിൻ്റെ വീട്ടിൽ വന്നാൽ ട്രിവാൻഡ്രവും. അപ്പം ഞാൻ 2 സ്ഥലമാണ്. എനിക്ക് കൊല്ലവും ഉണ്ട്, ട്രിവാൻഡ്രവും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയില്ലേ. ഇനി പിന്നെ നിങ്ങൾ വരാനുള്ള കാരണം എന്താണ്? ഓക്കെ, അതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. അത് എനിക്ക് ഞാൻ എപ്പോഴെങ്കിലും എന്നെങ്കിലും ഞാൻ യൂട്യൂബ് ജേണി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് പറയാം. എന്നാലും ഞാനിപ്പോൾ ചോദിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അങ്ങനെ പറയുന്ന സംഭവത്തിലൊന്നും ആക്റ്റീവായിട്ടുള്ള ഒരാളെ അല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് സ്റ്റേജ് ഫിയർ, പിന്നെ വീഡിയോ എടുക്കുന്നതിന് എനിക്ക് നാണം, ഷൈ അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം മറ്റുള്ളവരെ മുമ്പ് വെച്ച് വീഡിയോ എടുക്കാനോ എനിക്കിങ്ങനെ വാ തുറന്ന് സംസാരിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഏതോ ഒരു നിമിഷമല്ല, ജസ്റ്റ് ഒരു റീസൺ ഉണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ചു, നമുക്ക് എന്തുകൊണ്ട്, ഞാൻ വെറുതെ വീട്ടിലിരിക്കുന്ന എനിക്ക് എന്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ. എന്നെ പോലുള്ള ഇഷ്ടം പോലെ പേര് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്, വൈ നോട്ട്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ. അപ്പം ഞാൻ തുടങ്ങി. ആദ്യം എനിക്ക് തുടങ്ങി പകുതിയൊക്കെ ആയപ്പോൾ എനിക്ക് നിർത്തണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും തുടങ്ങി, ഇപ്പോൾ ഒരു അവസാനം കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിക്കായിരുന്നു. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ നിർത്താതെ ഇങ്ങ് വന്നു. അതാണ് സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ജേണി പോലെ പറയുകയാണെങ്കിൽ. എന്തുകൊണ്ട് തുടങ്ങി എന്ന് ചോദിച്ചാൽ, അത് നമ്മളൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്നവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുമ്പോഴത്തേക്ക് വരുന്ന ഒരേ ഒരു ഓപ്ഷൻ യൂട്യൂബാണ്. ഞാൻ അങ്ങനെയാണ് യൂട്യൂബ് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടം വരെ എത്തി. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കാരണം ഇങ്ങനെയാണ്. പിന്നെ വേറെ കുറേ കാരണങ്ങളുണ്ട്. അത് നമുക്ക് ലോങ് വീഡിയോയിൽ ഞാൻ എപ്പോഴെങ്കിലും വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ഇടാം. പിന്നെ മാരീഡ് ആണോ എന്ന് ചോദിച്ചിട്ടുള്ളത് അത് ആദ്യമേ പറയേണ്ടിയിരുന്നു. ഓക്കെ, ഞാൻ മാരീഡാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞത് 2022-ലാണ്. എനിക്ക് 22 വയസ്സുള്ളപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. ഓക്കെ, എനിക്ക് 2 വയസ്സുള്ളൊരു മോളുണ്ട്. ഇവ നക്ഷത്ര എന്നാണ് പേര്. നിങ്ങൾ പൊതുവെ എൻ്റെ വീഡിയോസിലെല്ലാം കാണാറുണ്ട്. കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോസിലും ഒന്നിൽ അവൾ കുലുസ് കിലിക്ക് ഓടും, ഇപ്പോഴും ഓടുന്നുണ്ട്, അല്ലെങ്കിൽ അവൾ ബഹളം വെക്കുന്നുണ്ട്. അപ്പം 2 വയസ്സുള്ളൊരു മോളുണ്ട്. പിന്നെ എൻ്റെ പാഷൻ, ഡ്രീം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഇതിൽ എനിക്ക് കല്യാണത്തിന് മുന്നേ കുറേ ഡ്രീംസ് ഉണ്ടായിരുന്നു. നമുക്ക് ഇന്നത് പഠിക്കണം, ഇങ്ങനെ ആവണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ എന്താ പറയുക, പാഷൻ, ഡ്രീംസ് അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പം മോളെ നോക്കണം, എന്താ പറയുക, നോക്കി വേവിച്ചു കൊടുക്കണം, ഇങ്ങനെയെന്നൊക്കെ എനിക്ക് ഇപ്പം തോന്നാറുള്ളൂ. ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് ഡ്രീമും കാര്യങ്ങളൊന്നും ഇപ്പം എൻ്റെ ഇതിലില്ല. ഇനി എനിക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്തെങ്കിലും ഡ്രീം വരും. പിന്നെ ഇന്നും ഉള്ള ഒറ്റൊരു ഡ്രീം എന്ന് വെച്ചാൽ പഠിക്കണം, ജോലി മേടിക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് പാഷനൊന്നുമില്ല. എന്താ പറയുക, പാഷനായിട്ടൊന്നും ഇല്ല എനിക്ക്. ഇപ്പോഴത്തെ പാഷനായിട്ട് ഇതാണ്. എനിക്ക് ഓരോ സമയം ഓരോ ഡ്രീംസ് ആയിരിക്കും.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ഥിര ഡ്രീംസ് ഇല്ല. സ്ഥിര ഡ്രീംസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമല്ലോ. എനിക്കിപ്പോൾ സ്ഥിര ഡ്രീംസ് ഒന്നുമില്ല. എനിക്ക് ഓരോ ദിവസവും ഓരോ ഡ്രീംസാണ്. ഇപ്പം ഞാൻ നാളെ എനിക്ക് എൻ്റെ ഡ്രീം ചിലപ്പോൾ എനിക്ക് നല്ല ഫുഡ് കഴിക്കണമെന്നായിരിക്കും. അപ്പം തന്നെ ഞാൻ ഓർഡർ ചെയ്ത് തിന്നും. അങ്ങനെയൊക്കെയുള്ളൊരു ഡ്രീംസാണ് എൻ്റെത്. പിന്നെ പൊതുവേ എല്ലാവർക്കും പറയുന്ന പോലെ അങ്ങനെ അങ്ങനെ വലിയ വലിയ ഡ്രീംസ് ഒന്നുമില്ല. ചെറിയ ചെറിയ ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പോൾ പൊതുവിലുള്ള ഡ്രീംസ് എന്ന് പറയുന്നത് ഇവയെ നോക്കുക, അങ്ങനെയൊക്കെയാണ്. അല്ലാതെ എനിക്കിപ്പോൾ ഡ്രീംസ് ഇല്ല. പിന്നെ ഞാൻ പകുതിയിൽ വെച്ച് ഉപേക്ഷിച്ചൊരു സംഭവമുണ്ട്. ഞാൻ ക്രാഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. കുറേ കല്യാണത്തിന് മുന്നേ തന്നെ നമ്മൾ ഈ വെട്ടുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഉപേക്ഷിച്ചു മീൻസ് നമുക്ക് പിന്നെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ സമയം കിട്ടത്തില്ല. സമയമാണ് വേണ്ടത്. എനിക്ക് ടൈമാണ് ഇല്ലാത്തത്. കാരണം നമുക്ക് ടൈം എനിക്ക് ഒട്ടും കിട്ടുന്നില്ല. ടൈം ഒരു ദിവസം പോലും എനിക്ക് തികയുന്നില്ല. കാരണം അത്രയ്ക്കുള്ള ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ ഫ്രീ ടൈം എപ്പോഴും കിട്ടുമ്പോൾ ഒരുമിച്ച് ഒരാഴ്ചത്തേക്കുള്ള വീഡിയോ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാനാണ് പതിവ്. കാരണം എനിക്ക് ടൈം കിട്ടുന്നില്ല, അതാണ് വിഷയം. അത് കുട്ടികളുള്ളവർക്ക് മനസ്സിലാവാം. നമുക്ക് കുട്ടികളെ പറക്കി വിടാനേ ടൈം കിട്ടും. നമുക്ക് വീഡിയോസും കാര്യങ്ങളും എഡിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആകെ തൊല്ലയാവും. അതാണ് ടൈമില്ല. പിന്നെ ക്രാഫ്റ്റിങ്ങിങ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യട്ടെ എന്നുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും ചെയ്യൂ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എൻ്റെ ഓൾറെഡി ഉണ്ട്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനും നമുക്ക് ഒരു എന്താ പറയുക മൈൻഡ് സെറ്റാക്കി ഇരുന്നോണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ അതിനുള്ള ടൈം എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോസ് ഇടാത്തത്. കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ പതിയെ നിങ്ങൾക്ക് ഇട്ട് തരാം. നിങ്ങൾക്ക് ബോറടിക്കത്തില്ല എന്നുണ്ടെങ്കിൽ ഞാനത് ഇട്ട് തരാം. അത്രേ എനിക്കിപ്പോൾ പറയാൻ പറ്റൂ. കാരണം അതും വൺ ഓഫ് മൈ ഡ്രീമാണ്. എല്ലാം ഡ്രീംസാണ്. നമുക്ക് ഡ്രീംസ് എല്ലാം ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് ടൈമില്ല. ഡ്രീംസിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിന് പറ്റുന്നില്ല. പക്ഷേ ഇനി ഞാൻ ശ്രമിക്കും എന്നാണ് എൻ്റെ ഒരു ഇത് മീൻസ് ഇന്നത്തെ ഒരു നാളെ എന്താവുമെന്ന് അറിയത്തില്ല. ഓക്കെ, അടുത്തത് എൻ്റെ അടുത്ത് ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ടാൽ നിങ്ങൾക്ക് ഞാൻ ലവ് മാരേജ് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. എന്നാലല്ല, എൻ്റെ മാരേജ് അറേഞ്ച്ഡ് മാരേജാണ്. വീട്ടുകാരെല്ലാവരും കൂടെ അറേഞ്ച് ചെയ്ത് കല്യാണം കഴിച്ചതാണ്. അല്ലാതെ ലവ് മാരേജ് ഒന്നുമല്ല. പിന്നെ ഇതിൽ ലവ് സ്റ്റോറി പറയൂ എന്ന് പറഞ്ഞതിൽ ലവ് സ്റ്റോറി ഉണ്ട്. ഭർത്തു ലവ് ചെയ്ത് കല്യാണം കഴിച്ചതാണ്. എനിക്ക് അറേഞ്ച്ഡ് മാരേജ് ആണ്. മനസ്സിലായല്ലോ? അതായത് അങ്ങേർക്ക് എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടായിരുന്നു. ഫ്രണ്ട് മീൻസ് അതൊക്കെ വലിയ സ്റ്റോറിയാണ്. അതൊക്കെ പറയണമെങ്കിൽ ഒരുപാടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. എൻ്റെ ലവ് സ്റ്റോറി ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് തന്നെ അത് എത്തുമ്പോഴേക്കും കിട്ടുന്നില്ല അതെന്താണെന്ന്. ഓക്കെ, അപ്പം ഇത്രയാണ് എനിക്ക് Q&Aയിൽ പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഞാൻ ടൈം എടുത്തിട്ടാണെങ്കിലും പെട്ടെന്നാണെങ്കിലും നിങ്ങൾക്ക് ആ വീഡിയോ ഇട്ട് തരാം. ഓക്കെ, പിന്നെ മാരേജ് ലവ് സ്റ്റോറി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലവ് സ്റ്റോറി ഞാൻ എന്തായാലും ലോങ് വീഡിയോ ചെയ്ത് തരാം. പിന്നെ അതേപോലെ യൂട്യൂബ് ജേണി ലോങ് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനതും ചെയ്തു തരാം. കാരണം നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് വേറെ വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞുതരാം. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ.